നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്നറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂട്ട്സ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഇന്ന് കർക്കിടകം 1 രാമായണ മാസാരംഭത്തിന് തുടക്കം. ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഇനി രാമായണ ശീലുകളാൽ മുഖരിതം. വ്യാജ ലോട്ടറി നൽകി ലോട്ടറി ഏജൻസിയിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് കമ്പം സ്വദേശി ചുരുളിവേൽ. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. തൊടുപുഴയിൽ പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും റോയി കെ പൗലോസ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ചില്ലും തല്ലി തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് പിടിയിൽ. വാർത്ത വിശദമായി. ഭക്തിയുടെ നിറവിൽ ഇന്ന് രാമായണ മാസാരംഭത്തിന് തുടക്കം. ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഇനിയുള്ള ഒരു മാസം രാമായണ ശീലുകളാൽ മുഖരിതമാകും. രാമ 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 രാമ. ഒരു മാസം നീളുന്ന രാമായണ മാസാചരണത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണവും വിശേഷാൽ പൂജകളും രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്നു. എത്രയും ആഹ്ലാദമുണ്ടായതു മാനസേമേ തത്വമെന്തു കരുൾ ചെയ്യുക അരുൾ ചെയ്യണവും തപോനിധേ. ഹിമവൽ പാശംബുക്കാനന്നു തൊട്ടിവിടെ വാണിടിനാളകല്യയും നിന്തിരുമലരടി ചെന്തളിപ്പൊടിയെ ഏൽപ്പാനെന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണി. രാമായണ പാരായണവും ഔഷധസേവയും പിതൃതർപ്പണവും ഒക്കെയായി അനേകം വിശ്വാസങ്ങളും ആചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദക്ഷിണായനത്തിന്റെ തുടക്കമാണ് കർക്കിടകം. വിഘ്നങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുമെന്നാണ് സങ്കല്പം. കഷ്ടകാണ്ഡത്തിന്റെ കർക്കിടക സന്ധികൾക്ക് വെളിച്ചമേകിയാണ് രാമായണ മാസം എത്തുന്നത്. ക്ലേശങ്ങൾ നിറഞ്ഞ കർക്കിടകത്തിൽ ആത്മീയതയുടെ വഴിയിലേക്കുള്ള വിളക്കാണ് രാമായണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നിലവിളക്ക് കത്തിച്ചുവെച്ച് വിശ്വാസത്തോടെയുള്ള രാമായണ പാരായണം ഐശ്വര്യം നിറയ്ക്കുമെന്നാണ് വിശ്വാസം. കർക്കിടകത്തിന്റെ എല്ലാ ദിനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. ശക്തിയുക്തൻ ശരണാഗതവത്സലൻ. ആത്മീയതയ്ക്ക് മാത്രമല്ല ആരോഗ്യത്തിനും ഉണർവ് നൽകേണ്ട മാസമാണ് കർക്കിടകം. ആയുർവേദ വിധിപ്രകാരമുള്ള സുഖചികിത്സയ്ക്ക് ഉത്തമമാണ് മഴ നിറഞ്ഞ കർക്കിടക മാസം. കർക്കിടക കഞ്ഞിയാണ് ഈ മാസത്തെ മറ്റൊരു പ്രത്യേകത. ഔഷധക്കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കുന്ന കഞ്ഞി കുടിച്ചാൽ ദഹനം ത്വരിതപ്പെടുമെന്നും വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനാവുമെന്നും ആയുർവേദാചാര്യന്മാർ പറയുന്നു. കർക്കിടകത്തിന്റെ അവസാനം ഒരു വർഷത്തിന്റെ വിടവാങ്ങൽ കൂടിയാണ്. ഒപ്പം പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പിന്റെ അവസാനവും. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരീ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. കട്ടപ്പന കൊച്ചുതോവള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ ഗുരുപ്രതിഷ്ഠ കനക ജൂബിലിക്കും ശാന്തിയാത്രയ്ക്കും തുടക്കമായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഗൃഹസമ്പർക്ക പരിപാടിയാണ് നടത്തുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി സമാധി മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചതിന്റെ കനകജൂബിലി ആഘോഷവും 9ാമത് ശാന്തിയാത്രയ്ക്കുമാണ് കൊച്ചുതോവള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സത്സംഗവും ഗൃഹസമ്പർക്ക പരിപാടിയും ഇതോടനുബന്ധിച്ച് നടത്തപ്പെടും. ക്ഷേത്രം മേൽശാന്തി KS സുരേഷ് ശാന്തി, ക്ഷേത്രം ശാന്തി നിശാന്ത് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശിവഗിരി സമാധിയിൽ നിന്നും പകരുന്ന ദിവ്യജ്യോതി ബ്രഹ്മചാരി വിശ്വംഭരൻ സ്വാമികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ഗുരുപൂജ നടത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന ശാന്തിയാത്രയുടെ ഉദ്ഘാടനം മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നിർവഹിച്ചു. പഞ്ചശുദ്ധി ആചരിച്ചുകൊണ്ടുള്ള ജീവിത രീതി എത്രമാത്രം നമ്മൾ മാറ്റം വരുത്തുന്നു. ഇന്നിപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്
ശുചീകരണം, ആഹാരശുദ്ധി, പ്രകൃതി സംരക്ഷണം, കൃഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ പഞ്ചശുദ്ധിയും ആഹാരശുദ്ധിയും പ്രകൃതി സംരക്ഷണവും ഒക്കെ ശുചീകരണവും ഒക്കെ ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആചരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും. ശാഖാ പ്രസിഡന്റ് KN രാജു അധ്യക്ഷത വഹിച്ചു. KS സുരേഷ് ശാന്തികൾ ശാന്തിയാത്രാ സന്ദേശം നൽകി. ശാഖാ സെക്രട്ടറി ET മോഹനൻ, ശാഖ വൈസ് പ്രസിഡന്റ് TD കമലാസനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ കോവിൽമലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവ് മരിച്ചു. കോവിൽമല കുന്നേൽ ബിബീഷാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ഇന്നു വൈകിട്ട് 7 മണിയോടെയാണ് അപകടമുണ്ടായത്. കോഴിമല SNDP ജംഗ്ഷന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ കോഴിമല കുന്നേൽ അപ്പച്ചന്റെ മകൻ ബിബീഷിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലെത്തിയെങ്കിലും ബിബീഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോറിക്ഷ ഡ്രൈവറായ ബിബീഷ് ഇന്നത്തെ ഓട്ടം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. വ്യാജ ലോട്ടറി നൽകി ലോട്ടറി ഏജൻസി ഓഫീസിൽ നിന്ന് 49,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ പിടിയിൽ. കമ്പം കാളവാസൻ തെരുവ് സ്വദേശി ചുരുളിവേലാണ് പിടിയിലായത്. കംഫർട്ട് സ്റ്റേഷനിലെ തൊഴിലാളിയായ ചുരുളിവേലുമായി സൌഹൃദത്തിലായ മുഖ്യപ്രതി ഇയാളെക്കൊണ്ട് ലോട്ടറി മാറിയെടുപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ജൂൺ 19-ാം തീയതി നറുക്കെടുപ്പ് നടന്ന വിൻവിൻ ലോട്ടറിയുടെ 5,000 രൂപ വീതം സമ്മാനം ലഭിച്ച 10 ടിക്കറ്റുകളാണ് മാറിയെടുത്തത്. അശോക ലോട്ടറി ഏജൻസീസിലെ ജീവനക്കാരനായ ജയചന്ദ്രന്റെ അടുത്താണ് ലോട്ടറി ഏൽപ്പിച്ച് പണം തട്ടിയത്. 1000 രൂപ കമ്മീഷൻ കഴിച്ച് 49,000 രൂപ നൽകി. ഇത് മാറിയെടുക്കാൻ ലോട്ടറി ഓഫീസിലെത്തിയപ്പോഴാണ് വ്യാജനാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ടിക്കറ്റ് ഏൽപ്പിച്ച ചുരുളി നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ ഒറിജിനലിലെ വിൽക്കുന്ന അതേമാതിരിയുള്ള ലോട്ടറി ടിക്കറ്റാണ് ഇതേപോലെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നാളെ ഇതേപോലെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് മറ്റ് സ്റ്റേഷനിൽ കൊടുങ്ങല്ലൂർ ഏതോ സ്റ്റേഷനിൽ ഇതേപോലെ ഒരു കേസ് ഉണ്ട് എന്ന് പറയുന്നു. നെടുങ്കണ്ടത്ത് ഇങ്ങനെയൊരു സാധ്യതയുള്ളതായിട്ട് അറിയുന്നുണ്ട്. തുടർന്ന് എസ്റ്റേറ്റുമ്പോൾ ഇതിന്റെ ഒരു വൈഡായിട്ട് ഒരു അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട്. കട്ടപ്പന CI VS അനിൽകുമാർ, SI KM സന്തോഷ്, ജോയിസ് അപ്രേം, വിപിൻ ചന്ദ്രൻ, ഹാരിഷ്, രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ചുരുളിവേൽ പിടിയിലായത്. സംഭവത്തിലെ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. തൊടുപുഴയിൽ പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസിന്റെ മർദ്ദനത്തിന് ശേഷം സിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും വളരെ പ്രകോപനപരമായിട്ടുള്ള നടപടികളാണ് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപോലെ സോഷ്യൽ മീഡിയ വഴി CI തന്നെ നേരിട്ട് ഭീകരമായ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാന്റെയും DCC സെക്രട്ടറി ലിയോ മാസിനെയും ASUവിന്റെ സംസ്ഥാന സെക്രട്ടറി മാത്തുക്കുട്ടിയെ സംബന്ധിച്ച് വാട്സാപ്പിലൂടെ ഏറ്റവും മോശപ്പെട്ട തരത്തിലുള്ള പ്രചാരണങ്ങൾ CIയുടെ തന്നെ സ്വന്തം പേഴ്സണൽ നമ്പറിൽ നിന്ന് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെയാണ് പാർട്ടി വിഷയത്തെ കണ്ടിട്ടുള്ളത്. ഈ വാട്സാപ്പിലൂടെയുള്ള നേതാക്കന്മാർക്കെതിരെയുള്ള ഈ പ്രചരണത്തിനെതിരായിട്ട് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ചില്ലും തല്ലി തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് മദ്യലഹരിയിലെത്തിയ വ്യക്തി കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ജനൽ ചില്ലുകളും ആശുപത്രി വാഹനത്തിന്റെ ചില്ലും എറിഞ്ഞു തകർത്തത്. ആശുപത്രിയിലെത്തിയ ഇയാൾ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് പ്രകോപിതനായി ആശുപത്രിയുടെ ചില്ലുകൾ എറിഞ്ഞു തകർക്കുകയായിരുന്നു. 2 ജനൽ ചില്ലുകളും വാഹനത്തിന്റെ മുമ്പിലെ ചില്ലുമാണ് തകർത്തത്. സംഭവം കണ്ട ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയുമായിരുന്നു. സ്റ്റാഫ് നഴ്സിനോട് ഡോക്ടേഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയും അതോടൊപ്പം ഡോക്ടർമാരാരും ഇല്ല എന്നറിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് മേളിലേക്ക് കയറിപ്പോവുകയും കല്ലെടുത്ത് നമ്മുടെ ആശുപത്രിയുടെ ജനാലകൾ എറിഞ്ഞുടയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മേളിൽ ഇട്ടിരുന്ന നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു വണ്ടി അതിൻ്റെ മുൻഭാഗത്തെ ചില്ലും കല്ല് വെച്ച് എറിഞ്ഞുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു സ്റ്റാഫ് നേഴ്സ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി. അപ്പം നമ്മൾ ആദ്യം കരുതിയിരുന്നത് ജനാലകളുടെ ചില്ലുകൾ മാത്രമാണ് പൊട്ടിയിട്ടുണ്ടാവുക. പിന്നീട് ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് വണ്ടി എടുക്കാനായിട്ട് നോക്കുമ്പോഴേക്കും ഡ്രൈവറുടെ നോട്ടത്തിൽ
അതിൻ്റെ ചില്ല് കൂടെ തകർന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. രാവിലെ ആശുപത്രിയിൽ എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ സംഭവം അറിഞ്ഞ് ആശുപത്രി അധികൃതർക്ക് പരാതിയും നൽകി. ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നും ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. ബൈസൺ വാലി 20 ഏക്കറിൽ ഓട്ടോറിക്ഷയിൽ കടത്തിയ 30 കുപ്പി വിദേശമദ്യം പിടികൂടി. 2 പ്രതികളെയും ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും ഉടുമ്പൻചോല എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇന്ന് ഉച്ചയോടെ ഖജനാപ്പാറ രാജകുമാരി റോഡിൽ ഉടുമ്പൻചോല എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ബിഗ് ഷോപ്പറിൽ ഒളിപ്പിച്ച നിലയിൽ വിദേശമദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വാഹനത്തിലുണ്ടായിരുന്ന 20 ഏക്കർ സ്വദേശി കല്ലുവെട്ടത്ത് സുഭാഷ്, മുണ്ടുപ്ലാക്കൽ സണ്ണി തോമസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഖജനാപ്പാറ രാജകുമാരി റോഡിൽ നടന്ന ഒരു വാഹന പരിശോധനയിൽ KL 07 BB 3271 പറയുന്ന ഓട്ടോയിൽ അനധികൃതമായിട്ട് 30 കുപ്പികളിലായിട്ട് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കടത്തിക്കൊണ്ടുവന്നു. അത് പിടിച്ചു. അതിൽ 2 പ്രതികളാണുള്ളത്. മദ്യം കടത്തുവാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. കുഞ്ചിത്തണ്ണി 20 ഏക്കർ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് മദ്യം കൊണ്ടുപോയത്. ഈ ഭാഗങ്ങളിൽ അനധികൃത മദ്യവിൽപ്പന വ്യാപകമാണെന്നും മദ്യം കടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PD ദേവസിയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി S പറഞ്ഞു. സിവിൽ എക്സൈസ് ഓഫീസർമാരായ KN രാജൻ, MK ഷാജി, ജോഷി VJ, ഷിബു ജോസഫ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാട്ടാന ആക്രമണത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി വനം വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന കർമ്മപദ്ധതി അടിയന്തരമായി നടപ്പിലാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോയ് ജോർജ് MP. കാട്ടാന ആക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. കാട്ടാനയുടെയും മറ്റ് വന്യജീവികളുടെയും ആക്രമണം ഇന്ന് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് ഇടുക്കിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി വനംവകുപ്പ് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന കർമ്മ പദ്ധതിയിൽ അടിയന്തരമായ തീരുമാനം വേണമെന്നും MP പറഞ്ഞു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ വീണ്ടും സജീവമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. അതിനാവശ്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ കർമ്മ പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുള്ള കർമ്മ പദ്ധതിയിന്മേൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാവുകയും ഈ വിഷയം ശാശ്വതമായി പരിഹരിച്ചുകൊണ്ട് ഈ മേഖലയിലെ കൃഷിയെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കേണ്ടത്. അതിനുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നടപടികളിലേക്ക് ഗവൺമെന്റ് അടിയന്തരമായി എത്തിച്ചേരേണ്ടതുണ്ട്. പൂപ്പാറ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ ചേർന്ന പരിപാടിയിൽ ചാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ലിജു വർഗീസ്, DFO, തഹസിൽദാർ അടക്കമുള്ള റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് കാട്ടാന ആക്രമണത്തിൽ തകർന്ന വീടുകളും കൃഷിയിടങ്ങളും MP സന്ദർശിച്ചു. ഹൈറേഞ്ചിൽ കാലവർഷം കുറഞ്ഞതിനാൽ ജലക്ഷാമം രൂക്ഷമാകാൻ സാധ്യത. കർക്കിടകത്തിൽ ഇരുകരയും മുട്ടിയൊഴുകുന്ന പെരിയാറ്റിൽ ഇത്തവണ നീരൊഴുക്ക് തീരെ കുറവാണ്. കാലവർഷം കുറഞ്ഞതോടെ ഹൈറേഞ്ചിലെ ജലസ്രോതസ്സുകളൊന്നും ജലസമൃദ്ധമാകുന്നില്ല. ഇനി വരുന്നത് കടുത്ത വേനലാണെന്ന സൂചനയാണ് നൽകുന്നത്. കാലവർഷം ശക്തിപ്പെടുമെന്ന കർഷകരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. കർക്കിടകം ആരംഭിക്കുമ്പോൾ പെരിയാർ ഇരുകരയും മുട്ടി കലിതുള്ളി ഒഴുകിയിരുന്നതാണ്. എന്നാൽ ഈ വർഷം കാലവർഷം തുടങ്ങിയ ശേഷം ഒരിക്കൽ പോലും പെരിയാർ ഇരുകരയും മുട്ടി ഒഴുകിയിട്ടില്ല. വേനൽക്കാലത്ത് കാണുന്ന തരത്തിലുള്ള വെള്ളം മാത്രമാണിപ്പോൾ പെരിയാറ്റിലുള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹൈറേഞ്ചിന്റെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പൽഘടനയെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം തീരദേശവാസികൾ പോലും ആശങ്കയിലാണ് ഈ വെള്ളമില്ലായ്ക. ഒരു കാലഘട്ടത്തിലാണ് ഈ പാലത്തിന്റെ ഒരടിക്ക് താഴെ വരെ വെള്ളം വന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ആശങ്കാജനകമാണ്. പെരിയാറിന്റെ കൈത്തോടുകളൊന്നും ജലസമൃദ്ധമാകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പെയ്ത മഴയുടെ 1/4 മഴ മാത്രമാണ് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് ഇത്തവണ പെയ്തത്. കർക്കിടകം ആരംഭിച്ചിട്ട് പോലും മഴയില്ലാത്തത് തീരദേശത്തുള്ള ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. മുൻ വർഷങ്ങളിൽ കർക്കിടക മാസം ആരംഭിച്ചാൽ കോരിച്ചൊരിയുന്ന മഴ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇക്കൊല്ലം കർക്കിടകത്തെ വരവേറ്റത് വെയിലാണ്. പെരിയാറ്റിൽ ആവശ്യത്തിന് ജലനിരപ്പ് ഉയരാത്തത് കർഷകരെയും കണ്ണീരിലാഴ്ത്തും. മഴക്കാലത്ത് കർഷകർ നടുന്ന കൃഷികൾക്ക് വെള്ളം ലഭിക്കാതെ ഉണങ്ങിക്കരിയും. പുതുകൃഷിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത്. കാലവർഷം കുറഞ്ഞതോടെ ആശങ്കയിലായ ഹൈറേഞ്ച് നിവാസികൾക്ക് ഇനി തുലാവർഷമാണ് ഏക പ്രതീക്ഷ. തുലാവർഷവും കൂടി ചതിച്ചാൽ കൊടും വേനലിനാവും നാം സാക്ഷിയാവുക. ഇടുക്കി ജില്ലയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം നടന്നെങ്കിലും കഞ്ഞിക്കുഴിയിലെ 3 ഗ്രാമങ്ങളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. വനത്തിനുള്ളിലൂടെ കേബിളിട്ട് വൈദ്യുതി എത്തിക്കുവാനുള്ള പുതിയ പദ്ധതിക്ക് അനുമതി തേടി KSCB വനം വകുപ്പിനെ സമീപിച്ചു.
60 വർഷത്തെ കുടിയേറ്റ ചരിത്രം ഉൾക്കൊള്ളുന്ന മക്കുവള്ളി, മനയത്തടം, കൈതപ്പാറ നിവാസികളുടെ അവസാനത്തെ പ്രതീക്ഷയാണ് കേബിൾ വൈദ്യുതീകരണം. 3 വർഷം മുമ്പ് വീടുകൾ വയറിംഗ് നടത്തി കാത്തിരിക്കുന്ന ഗ്രാമവാസികൾക്ക് വൈദ്യുതി ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് വനം വകുപ്പാണ്. വനത്തിനുള്ളിലൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ വകുപ്പ് തടസ്സമായതോടെ കേബിൾ വഴി ഭൂമിക്കടിയിലൂടെ വൈദ്യുതി എത്തിക്കാനാകും എന്ന പ്രതീക്ഷയാണുള്ളത്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ 5 മാസം കൊണ്ട് 60 വർഷത്തെ പ്രദേശവാസികളുടെ കാത്തിരിപ്പിന് പരിഹാരം ലഭിക്കും എന്നാണ് പ്രതീക്ഷ. വനത്താൽ ചുറ്റപ്പെട്ട് യാത്രായോഗ്യമായ റോഡ് പോലും ഇല്ലാതെയാണ് മക്കുവള്ളി നിവാസികൾ കഴിയുന്നത്. സോളാറും മണ്ണെണ്ണ വിളക്കുകളും മാത്രമാണ് ഇപ്പോഴും ഇവരുടെ ഏക ആശ്രയം. കേബിൾ വനത്തിലൂടെ വലിക്കുവാനുള്ള അനുമതി നഷ്ടപ്പെട്ടാൽ ഇവരുടെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിക്കും. കാഞ്ചിയാർ ലബക്കടയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇന്ന് ഓട്ടോറിക്ഷയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയോടെയാണ് ലബക്കടയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികരായ ലബക്കട സ്വദേശികളായ 2 യുവാക്കൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. ലബക്കടയിൽ നിന്നും കട്ടപ്പന ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും കട്ടപ്പനയിൽ നിന്നും ഉപ്പുതറയ്ക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അമിത വേഗതയിൽ വന്ന ബൈക്ക് ഓട്ടോയിൽ ഇടിച്ച ശേഷം തെറിച്ചു പോവുകയായിരുന്നു. യുവാക്കൾക്ക് കാലിനും കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പോയിട്ട് വണ്ടി അരിങ്ങ് വരുമായിരുന്നു. 2 പയ്യന്മാര് വളവ് തെറ്റി വന്ന് 2 പുറത്തുകൂടെ ഇടിച്ചു തീർത്തിട്ട് അങ്ങ് പോയി. അമ്മമാർക്ക് ചെറുതായിട്ട് കാലിന് ഒരു കിടക്കുന്ന പരിക്കുണ്ട്. കാഞ്ചിയാർ മേഖല കേന്ദ്രീകരിച്ച് യുവാക്കളുടെ ബൈക്ക് പായിക്കൽ ജനജീവിതം തന്നെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. സ്കൂൾ, കോളേജ് സമയങ്ങളിലാണ് യുവാക്കളുടെ അഭ്യാസ പ്രകടനങ്ങൾ. അമിത വേഗതയിൽ പോകുന്നതുകൊണ്ട് അപകടം ഈ പാതയിൽ നിത്യസംഭവമാണ്. മയക്കുമരുന്ന്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അമിത വേഗതയിൽ യുവാക്കൾ ചീറിപ്പായുന്നത് എന്നാണ് നാട്ടുകാർ പറഞ്ഞ് അറിയാൻ ഇടയായിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ കർശനമായ പരിശോധന നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുകയാണ്. ബൈക്കുകളുടെ അമിത വേഗത കാരണം അടുത്തിടെ 10ഓളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അധികൃതർ വാഹന പരിശോധന ഈ ഭാഗങ്ങളിൽ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആട് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സബ്സിഡി വിതരണം നടന്നു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സീമിദ്രം ശശികുമാർ സബ്സിഡി തുക കൈമാറി. സ്വയം സഹായ സംഘങ്ങളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിനു വേണ്ടി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളായി ഉള്ളവർക്ക് വരുമാനം കണ്ടെത്തുന്നതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആടുവളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ആടുഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഘാംഗങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന സബ്സിഡിയുടെ വിതരണം നടന്നു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രിയദർശിനി സ്വയം സഹായ സംഘത്തിൽ നേരിട്ടെത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ സബ്സിഡി തുക കൈമാറി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആടുഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പ്രിയദർശിനി എസ്റ്റേക്ക് അതിന്റെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 10 ആടുകളുള്ള യൂണിറ്റാണ്. അതിന്റെ ഗുണഭോക്താക്കളാണ് ഈ പ്രിയദർശിനി എസ്റ്റേ. അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ തുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി പനച്ചിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി അജി, സംഘം പ്രസിഡന്റ് റെജി തോമസ്, സെക്രട്ടറി ഷീബ സിജു, സുകുമാരി മണി, ശോഭന റെജി, മിലൻ ഷിജോ, ദിവ്യ ആൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ലയൺസ് മുൻ ഗവർണർ സാബു കാരിക്കാശ്ശേരി നേതൃത്വം നൽകി. അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റിനെ കിട്ടി. കൂടാതെ 2-3 ഇന്റർനാഷണൽ ഡയറക്ടേഴ്സിനെ കൊടുക്കുന്ന സ്ഥാനത്ത് ഇന്ന് 40 ഡയറക്ടേഴ്സിൽ 41 ഡയറക്ടേഴ്സിൽ 10 ഡയറക്ടേഴ്സ് നമുക്ക് ഇന്ത്യയിൽ നിന്നാണ്. ദാറ്റ് മച്ച് വി ഹാവ് ഗ്രോൺ. വി ക്യാൻ ബി പ്രൗഡ് ഓഫ് ദാറ്റ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഒരു കാലത്ത് ഈ ഹൈ റേഞ്ചിൽ 4-5 ക്ലബ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് യു ആർ ഓൾസോ ഗ്രോയിങ് ഇൻ എക്സ്റ്റൻഷൻ. എനിക്കും നിങ്ങൾക്കും അഭിമാനിക്കാം, ഇവിടെ നിന്നും ഒരു കാലത്ത് ഒരു നേതാവ് വരണം എന്ന കാര്യത്തിൽ. അതിനുള്ള ആളുകളും ഇവിടെ ഉണ്ട്. വർഗവർണ്ണ ജാതിമത സാമൂഹ്യ സാമ്പത്തിക അതിരുകൾക്ക് അതീതമായി സേവനസന്നദ്ധമായ സമൂഹത്തെ വാർത്തെടുക്കുക വഴി സമത്വസുന്ദരമായ ലോകം സൃഷ്ടിക്കുക എന്ന ആശയം മുൻനിർത്തി സേവനം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അർഹരിലേക്ക് എത്തിക്കുന്ന ഒരു ആഗോള സംഘടനയായ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങൾക്ക് കട്ടപ്പനയിൽ തുടക്കം കുറിച്ചത് 1981-ലാണ്. ഒരപ്പാങ്കൽ എം കുര്യൻ ആദ്യ പ്രസിഡന്റും കുളപ്പുറത്ത് കെ ടി ചാക്കോ ആദ്യ സെക്രട്ടറിയുമായിരുന്നു.
1994 രാജീവ് ഗാന്ധി ലക്ഷം വീട് ഭവന പദ്ധതി ആദ്യമായി കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് കട്ടപ്പന ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വള്ളക്കടവ് പ്രദേശത്ത് നിർധനരായ 50 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിക്കൊണ്ടായിരുന്നു. നിർധനരായ രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ്, നിരവധി സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ, മയക്കുമരുന്നിനെതിരായ അപവാദന പരിപാടികൾ, വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണങ്ങൾ, സൗജന്യ ഹൃദയ ശസ്ത്രക്രിയകൾ, തിമിര ശസ്ത്രക്രിയകൾ, നൂറുകണക്കിന് ആളുകൾക്ക് ചികിത്സാ ധനസഹായം ഉൾപ്പെടെ സേവന പ്രവർത്തന രംഗത്ത് നിർണായകമായ പങ്കുവഹിക്കാൻ കട്ടപ്പന ലയൺസ് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ലയൺസ് കോർണറിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തോടുള്ള ക്ലബിന്റെ പ്രതിബദ്ധത ഒരിക്കൽ കൂടി തെളിയിക്കാനും ലയൺസ് ക്ലബിന് കഴിഞ്ഞു. ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ പ്രസിഡന്റായി P. മോഹനൻ, സെക്രട്ടറിയായി KM മാത്തുക്കുട്ടി, ട്രഷററായി PJ ജോസഫ് എന്നിവർ സ്ഥാനമേറ്റു. യോഗത്തിൽ മുൻ പ്രസിഡന്റ് PV കുര്യൻ അധ്യക്ഷനായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇടുക്കിയിലെ IAS വിജയി അർജുൻ പാണ്ഡ്യനെ ആദരിക്കുകയും യോഗത്തിൽ ചെയ്തു. PV ജോസഫ്, KR ഹരികുമാർ, MM ജോസഫ്, BT തോമസ്, R മണിക്കുട്ടൻ, PU ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മാട്ടുകെട്ട അയ്യപ്പൻകോവിൽ റോഡ് തകർന്ന് യാത്ര ദുർഘടമായി. ഒരു മഴ പെയ്താൽ റോഡ് തോടായി മാറുന്ന അവസ്ഥയിലാണ്. മാട്ടുകെട്ട അയ്യപ്പൻകോവിൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഒരു മഴ പെയ്താൽ റോഡ് തോടായി മാറും. മാട്ടുകെട്ടയിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാണ് റോഡ് ദുർഘടമായി കിടക്കുന്നത്. റോഡിന് സമീപത്തെ ഓട അടഞ്ഞുകിടക്കുന്നതിനാൽ മഴവെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഇപ്പോൾ റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടു. ദിനംപ്രതി നിരവധി വാഹനങ്ങളും സ്കൂൾ കുട്ടികൾ അടക്കമുള്ള കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുർഗതി. ആദ്യകാല കുടിയേറ്റ മേഖലയിലേക്കുള്ള റോഡാണ് അധികൃതരുടെ അവഗണനയാൽ തകർന്നു കിടക്കുന്നത്. വർഷങ്ങളായിട്ട് പഞ്ചായത്തിൽ പല നാട്ടുകാർ ഈ കണ്ട പ്രദേശത്തുള്ള ആൾക്കാർ പരാതിപ്പെടുക. പക്ഷെ പഞ്ചായത്ത് പണി ചെയ്ത് അവിടെ വരെ കൊണ്ട് അവിടെ നിർത്തി. ബാക്കി ഇതിന്റെ കെട്ടോ ഈ ഓട വഴി വെള്ളം എടുത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഞ്ചായത്ത് അതിന് സാധിക്കുന്നില്ല. അവർക്ക് ഫണ്ടില്ലാതാ പറയുന്നത്. അവരേതെങ്കിലും ഒരു ശകലം ഫണ്ടുണ്ടാക്കും, അതൊരു 10 മീറ്ററോ അല്ല 30 മീറ്ററോ ശരിയാക്കുക. സാധാരണ നമ്മുടെ ഈ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഈ വാർഡിൽ നടന്നു വരുന്നൊരു സംഭവമാണ്. ഓടയിൽ നിന്നുള്ള മഴവെള്ളവും ഉറവുവെള്ളവും എല്ലാം റോഡിലൂടെ ഒഴുകി വെള്ളം കുഴികളിൽ കെട്ടിക്കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള കാൽനട യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. റോഡിന്റെ ദുരവസ്ഥ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാക്കാൻ അധികൃതർക്കായിട്ടില്ല. തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി KTDCയുടെ പുതിയ ബോട്ട് ഒരുങ്ങുന്നു. 120 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് മീറ്റിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. തേക്കടി തടാകത്തിൽ തന്റെ കന്നിയാത്ര നടത്താൻ അവസാനഘട്ട മിനുക്കുമണിയിലാണ് തടാകക്കരയിൽ വിശ്രമിക്കുന്ന KTDCയുടെ പുതിയ ബോട്ട്. 4 മാസത്തോളമായതാണ് KTDCയുടെ പുതിയ ബോട്ട് തേക്കടിയിലെത്തിയിട്ട്. വിവിധ ഭാഗങ്ങളിലായി എത്തിച്ച ബോട്ട് തടാകക്കരയിൽ വെച്ചാണ് ഇപ്പോൾ കാണുന്ന രൂപത്തിൽ പണിതുയർത്തിയത്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രാഗോ മറൈൻസാണ് തേക്കടിയിലെ ഈ പുതിയ അതിഥിയുടെ രൂപകർത്താക്കൾ. 120 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ട് അതീവ സുരക്ഷയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബോട്ട് നീറ്റിലിറക്കിയ ശേഷം ഏതാനും ജോലികൾ കൂടി ചെയ്തു തീർക്കേണ്ടതുണ്ട്. തുടർന്ന് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ബോട്ടിന്റെ കന്നിയാത്ര ആരംഭിക്കും. നീറ്റിലിറക്കാൻ 3 ദിവസത്തെ സാവകാശം മാത്രമേ ഉള്ളൂ എന്നാണ് ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. തിരക്ക് വർദ്ധിക്കുന്നതോടെ തേക്കടിയിലെ മുഖ്യ ആകർഷണമായ ബോട്ടിംഗ് നടത്താൻ സഞ്ചാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന ബോട്ട് എത്തുന്നതോടെ ഇതിന് ഒരു പരിധിവരെ പരിഹാരമാകും. ഇതേ രീതിയിൽ തന്നെ 120 പേർക്ക് കൂടി സഞ്ചരിക്കാവുന്ന ഒരു ബോട്ട് കൂടി KTDC ഈ സീസണിൽ തേക്കടിയിലെത്തിക്കും. 1.5 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് പുതിയ ബോട്ടുകൾ തേക്കടിയിലെത്തുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ട്രാൻസ്ഫോമറുകൾക്ക് സംരക്ഷണ വേലി നിർമ്മിക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. മേരുകുളം കുമളി റൂട്ടിൽ ചാരുമുക്കിലും നിരപ്പേൽ കടയിലും സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് അപകട സാധ്യത ഉയർത്തുന്നത്. ട്രാൻസ്ഫോർമറുകൾ ഇരുമ്പുവേലി കെട്ടി സംരക്ഷിക്കണമെന്ന സർക്കാരിന്റെ ഉത്തരവുണ്ടെങ്കിലും ഉപ്പുതറ സെക്ഷൻ ഓഫീസിന്റെ പരിധിയിൽ പലയിടത്തും ഇത് നടപ്പായിട്ടില്ല. മേരുകുളം നിരപ്പേക്കടയിലും ചാരുമുക്കിലും റോഡിനോട് ചേർന്നാണ് ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുവഴി സ്കൂൾ കുട്ടികൾ അടക്കം 100 കണക്കിന് യാത്രക്കാരാണ് ദിനംപ്രതി കടന്നുപോകുന്നത്. വിവിധ സ്കൂളുകളിലേക്ക് കൊച്ചുകുട്ടികൾ അടക്കം കടന്നുപോകുന്ന റോഡിന് സമീപത്തെ ട്രാൻസ്ഫോമറിനാണ് ചുറ്റുവേലിയില്ലാത്തത്. കുട്ടികളും സ്കൂൾ കുട്ടികളും അല്ലാത്ത കൊച്ചുകുട്ടികളും ഒരുപാട് സ്കൂൾ 10,000 പേര് ദിവസം കടന്നു പോകുന്ന വഴിയാണ്. ആ ട്രാൻസ്ഫോമർ മാത്രം ഇതുവരെയും ഒരു വേലി കെട്ടി തിരിച്ചിട്ടില്ല. ബാക്കി എല്ലാ പ്രദേശത്തെയും ട്രാൻസ്ഫോമറുകൾ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അത് എത്രയും വേഗത്തിൽ ആ ട്രാൻസ്ഫോമറിന്റെ വേലി കെട്ടി തിരിക്കണം. എന്നുവെച്ചാൽ സ്കൂൾ കുട്ടികൾ ഒരുപാട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന
കുട്ടികൾക്ക് കയ്യെത്തും ദൂരത്ത് തുറസായ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിന് ചുറ്റുവേലി നിർമ്മിക്കണമെന്ന ആവശ്യം നാട്ടുകാർ നിരവധി തവണ ഉയർത്തിയിരുന്നതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ട്രാൻസ്ഫോമറിന് ചുറ്റുവേലി കെട്ടണമെന്ന് വൈദ്യുതി വകുപ്പിന്റെ ഉത്തരവുണ്ടായിട്ടും ഇത് നടപ്പാക്കിയിട്ടില്ല. എന്നാൽ കാഞ്ചിയാർ സബ്സ്റ്റേഷന്റെ പരിധിയിൽ അപകടമുണ്ടാക്കുന്നതും അല്ലാത്തതുമായ മുഴുവൻ ട്രാൻസ്ഫോമറിനും ചുറ്റുവേലി നിർമ്മിച്ച് അപകടം ഒഴിവാക്കി മാതൃക കാണിക്കുകയും ചെയ്തു. അടിയന്തരമായി അപകടകരമായ ട്രാൻസ്ഫോമറിന് ചുറ്റുവേലി നിർമ്മിച്ച് കൂടുതൽ അപകടം ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണത്തിന് പണം കണ്ടെത്തുന്നതിന് PTA-യുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ചക്ക വറുത്തത് ഉണ്ടാക്കുന്നു. കാഞ്ചിയാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂൾ PTA-യാണ് ധനസമാഹരണത്തിന് പുതിയ വഴി കണ്ടെത്തിയത്. നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ PTA-യുടെയും കുട്ടികളുടെയും നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണത്തിന് വേണ്ടി ചക്ക ഉപ്പേരി നിർമ്മിച്ച വിപണനം ആരംഭിച്ചിരിക്കുന്നത്. അധ്യാപകരുടെയും PTA-യുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി ഇന്നലെ ഒരു ദിവസം മെനക്കെട്ട് 36 ചക്കയോളം നമ്മൾ ഉപ്പേരിയാക്കി ഇതിലൂടെയുള്ള ധനസമാഹരണത്തിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. PTA, വിദ്യാർത്ഥികൾ എന്നിവരുടെ പ്രതിനിധികളായി 30 പേരാണ് ഉപ്പേരി ഉണ്ടാക്കുവാൻ നേതൃത്വം നൽകിയത്. PTA പ്രസിഡന്റ് J. ജയകുമാർ, MPTA പ്രസിഡന്റ് സൗമ്യ രാജേഷ്, അനിൽകുമാർ KS, സദാശിവ പണിക്കർ, N. ബിന്ദു, SS അനിതാശേഖർ, KK സുരേഷ്, ആഷ AS, ഗോപിക G. നായർ, രാജലക്ഷ്മി K, ചന്ദ്രലേഖ S, സ്മിതാമോൾ എബ്രഹാം, അനുജ ബേബി, വിഷ്ണു മോഹനൻ, സുമേഷ് KS എന്നിവരാണ് ഉപ്പേരി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനമാണ് ചക്ക. അപ്പോൾ ചക്കയുടെ ഉൽപ്പന്നമാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ നേതൃത്വത്തിൽ, കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിൽ ഉപ്പേരിയാക്കി ഇത് വിപണനം ചെയ്ത് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ചികിത്സാ രംഗത്തേക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു നല്ല പ്രവൃത്തിയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും കൂടി ചെയ്തിരിക്കുന്നത്. സ്കൂളിൽ നടന്ന ചക്ക ഉപ്പേരി വിപണനത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ PU പ്രസന്നകുമാരി നിർവഹിച്ചു. സ്കൂൾ മാനേജർ B. ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ K. പത്മകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ജോർജ് ജേക്കബ്, PTA സെക്രട്ടറി TS ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അണക്കരയിൽ മത്സ്യ കർഷക സെമിനാർ സംഘടിപ്പിച്ചു. ശുദ്ധജല മത്സ്യകൃഷി എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. മത്സ്യ കർഷക സെമിനാർ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിഷാംശങ്ങളൊക്കെ അതിൽ കലർന്ന് മനുഷ്യൻ നമുക്ക് കൂട്ടാൻ മേലാത്ത അവസ്ഥയിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്ക് പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി കേരളമൊപ്പം മറ്റു സംസ്ഥാനങ്ങളെയാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി. ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം കുസുമം സതീഷ് അധ്യക്ഷയായിരുന്നു. പൊതുശുദ്ധജല മത്സ്യകൃഷി എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്രൻ നായർ മത്സ്യ കർഷക സെമിനാർ നയിച്ചു. മത്സ്യക്ലബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ V. നൌഷാദ്, മോഹൻദാസ്, ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്തിലെ അക്വാ കോർഡിനേറ്റർ സാബു കുറ്റിപ്പാലയ്ക്കൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത 100ഓളം കർഷകരാണ് ക്ലാസിൽ പങ്കെടുത്തത്. കഞ്ഞിക്കുഴി പൊന്നെടുത്താൽ പട്ടയക്കുടി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് ഇനിയും അറുതിയായില്ല. 6.5 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച റോഡാണ് നാട്ടുകാർക്ക് ദുരിതമെത്തിക്കുന്നത്. നബാർഡിന്റെ ധനസഹായത്തോടെ കോടികൾ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 6 വർഷം മുമ്പ് മൺപണികൾ മാത്രം നടത്തി റോഡിന്റെ നിർമ്മാണം കരാറുകാരൻ ഉപേക്ഷിക്കുകയായിരുന്നു. അവികസിത മേഖലയിലൂടെയുള്ള റോഡ് വികസനത്തിന് ഇടയാകും എന്ന് പ്രതീക്ഷിച്ച് ആകെയുണ്ടായിരുന്ന സ്ഥലത്തിന്റെ പകുതിയിലധികവും വിട്ടുകൊടുത്തവർക്ക് യാത്രാ ദുരിതം ഇനിയും അവസാനിച്ചിട്ടില്ല. ഇവിടെ ആകെപ്പാടെ 50 സെന്റ് സ്ഥലം മേടിച്ചെടുത്ത് 10-25 സെന്റ് സ്ഥലത്തോളം ഈ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുത്ത് ഒരു വഴി വരുമല്ലോ എന്ന് ഓർത്തു. ഇതേവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. ഈ വഴി ഇവര് തുറന്നു തരുമെന്നൊരു വിശ്വാസത്തിലിരുന്നതാണ്. അതെല്ലാം ഇട്ടെറിഞ്ഞ് പോയി, സ്ഥലവും പോയി, ആ രീതിയിൽ കിടക്കുന്നു. റോഡ് നിർമ്മാണം തുടരണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കാര്യാലയം പിക്കറ്റ് ചെയ്യുക പോലും ചെയ്തിട്ടും ഇനിയും പരിഹാരമായില്ല. ആവശ്യഘട്ടങ്ങളിൽ വാഹനയാത്ര പോലും സാധ്യമാകാതെ ബുദ്ധിമുട്ടുകയാണിപ്പോൾ. ഈ വഴി കഞ്ഞിക്കുഴി വണ്ടപ്പുറം പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന വഴിയാണ്. ഇതിപ്പോ ഞങ്ങളൊരു 5-6 വർഷമായിട്ട് ഈ വഴി ഇപ്പം കോൺട്രാക്ട് എടുത്തിട്ട് ഇത് പണി നിർത്തി വെച്ചേക്കാണ്. ഇപ്പൊ ഞങ്ങളെ വണ്ടി ഇതിൽ കൊണ്ടുപോകുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. ഇപ്പോൾ ഒരു ആൾക്കാർക്ക് ഒരു അസുഖം വരും, എന്ത് വന്നാലും വണ്ടി തള്ളി കയറ്റി വിടുന്നൊരു അവസ്ഥയാണ്. വേറെ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വരാറില്ല. പഴയരിക്കണ്ടത്ത് വരെ ചെന്നാലേ വേറെ വാഹനം കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക് ഇവിടെ. ആദിവാസി മേഖലയായ പൊന്നെടുത്താൻ പട്ടയക്കുടി മേഖലയിലൂടെ ഒരു റോഡ് എന്നത്
പ്രദേശവാസികളുടെ വർഷങ്ങളായ സ്വപ്നമാണ് റോഡ് നിർമ്മാണം അട്ടിമറിച്ചത്. വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കട്ടപ്പനയിൽ നിന്നും അട്ടപ്പാടിക്ക് എല്ലാ ദിവസവും KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നു. സർവീസിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കും. 21-ാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ 4:30 കട്ടപ്പനയിൽ നിന്ന് ബസ് പുറപ്പെട്ട് 3 മണിക്ക് ആനക്കട്ടിയിൽ എത്തും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. അടിമാലി മച്ചിപ്ലാവിൽ പ്രവർത്തിച്ചിരുന്ന ഈറ്റ കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ഉൽപാദനം കുറഞ്ഞു. 40 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഈ മേഖല ഏതു സമയവും നിന്നുപോകാവുന്ന അവസ്ഥയിലാണ്. നേർക്കാഴ്ചയിലേക്ക്. തമിഴ്നാട് ഗുഡല്ലൂർ സ്വദേശികൾ 40 വർഷം മുൻപ് മച്ചിപ്ലാവിൽ ഈറ്റ കൊണ്ടുള്ള കുട്ട, വട്ടി, പനമ്പ്, പായ, മുറം തുടങ്ങിയവ ഉൽപ്പാദിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി നടത്തിയിരുന്നു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനും സഹകരണ സംഘം വരെ തുടങ്ങിയിരുന്നു. 30ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ വർഷം വരെ മച്ചിപ്ലാവിൽ താമസിച്ച് പണി ചെയ്തിരുന്നു. വിപണനം മെച്ചപ്പെട്ടപ്പോൾ കരകൗശല വസ്തുക്കൾ, വിവിധതരം കുട്ടകൾ, കണ്ണാടി, കപ്പ്, അലങ്കാര വസ്തുക്കൾ, ഈറ്റപ്പായിൽ തീർത്ത ചിത്രങ്ങൾ തുടങ്ങി ആകർഷണമായ ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഉണ്ടാക്കി നൽകിയിരുന്നു. ഇപ്പോൾ ഇതിന്റെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വന്നതോടെ വിപണനം കുറവായി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നെടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, അത് മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ എന്നും പണിയാൻ തയ്യാറാകാതെ പലരും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി എന്നും പറയുന്നു. മണി, സുബ്രഹ്മണ്യൻ എന്നിങ്ങനെ ചുരുക്കം പേർ മാത്രമാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഉള്ളത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ ഏലക്ക ലേലവിവരം. ആകെ ലോട്ട് 191. വിൽപ്പനയ്ക്ക് വന്നത് 29,387. വിൽപ്പന നടന്നത് 29,387. കൂടിയ വില 1,385. ശരാശരി വില 991. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ. ഏലം കൂടിയത് 980, ശരാശരി 860. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ. ഗ്രാമ്പു 600 രൂപ. കൊക്കോ 32 രൂപ. റബ്ബർ 120 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2615 രൂപ. വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്നസ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂട്ട്സ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഇന്ന് കർക്കിടകം 1 രാമായണ മാസാരംഭത്തിന് തുടക്കം. ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഇനി രാമായണ ശീലുകളാൽ മുഖരിതം. വ്യാജ ലോട്ടറി നൽകി ലോട്ടറി ഏജൻസിയിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് കമ്പം സ്വദേശി ചുരുളിവേൽ. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. തൊടുപുഴയിൽ പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും റോയി കെ പൗലോസ്.
കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ചില്ലും തല്ലി തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.